കോട്ടയം ആർപ്പൂക്കരയിൽ സ്കൂൾ മൈതാനത്തിന് സമീപം അസ്ഥികൂടം കണ്ടെത്തി. മൈതാനത്ത് ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളാണ് അസ്ഥികൂടം കണ്ടത്. ഗാന്ധിനഗർ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, എന്താണ് പോലീസ് ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്ന നിലപാട്? എന്തെങ്കിലും പോലീസ് കൂടുതലായി വിശദീകരിക്കുന്നുണ്ടോ? അന്വേഷണം ഇനി എങ്ങനെയായിരിക്കും ടോബി? ടി കെ, അല്പസമയം മുമ്പാണ് പോലീസ് സംഘം ഇവിടെ എത്തിയത്. എന്തായാലും ഈ മൃതദേഹം കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ അസ്ഥികൂടം കിടക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു കാട് പോലെയുള്ള സ്ഥലത്താണ്. അത് ഈ സ്കൂളിൻ്റെ, ആർപ്പൂക്കര സ്കൂളിൻ്റെ മൈതാനത്തിന് തൊട്ട് സമീപത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഈ ഒരു അസ്ഥികൂടമുണ്ട് എന്ന് ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളാണ്. ഇവിടുന്ന് ബോൾ അടിച്ച് ഫുട്ബോൾ പ്രാക്ടീസ് ആയിരുന്നു. അതിനിടയിൽ ബോൾ തെറിച്ച് ആ കാട്ടിലേക്ക് പോയപ്പോൾ അത് എടുക്കാൻ പോയ ചില വിദ്യാർത്ഥികളാണ് ഇത് കണ്ടത്. ഉടൻ തന്നെ അത് വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയാണ്. ഇത് കാടിനുള്ളിലായതുകൊണ്ട് അകത്തേക്ക് കയറാനുള്ള ചില പ്രയാസമുണ്ടായിരുന്നു. എന്തായാലും RDOയും ഡോക്ടർമാരും ഫോറൻസിക് സംഘവും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ ആ കാട്ടിനുള്ളിലേക്ക് കയറി ആ മൃതദേഹം കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി പരിശോധിക്കാൻ തുടങ്ങുകയാണ്. കാലപ്പഴക്കമുള്ള ഒരു മൃതദേഹമാണെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രാഥമികമായിട്ട് അതിൽ ഉള്ളിൽ കയറിയ ആളുകൾ, പോലീസുകാർ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇപ്പോൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടി പോലീസ് സംഘം ആ കാടിനുള്ളിലേക്ക് കയറുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. RDO ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ആളുകളെല്ലാം തന്നെ, ഡോക്ടർമാരുണ്ട്, ഫോറൻസിക് വിഭാഗവും എല്ലാം ഉണ്ട്. ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കാണാം, സ്കൂളാണ്, പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ്. മെഡിക്കൽ കോളേജിന് തൊട്ട് സമീപത്തുള്ള സ്കൂളാണ്, ആർപ്പൂക്കര സ്കൂളാണ്. ഇവിടെ നിരവധി ആളുകൾ ഇതിന് സമീപത്തു കൂടി മെയിൻ റോഡ് കടന്നു പോകുന്നുണ്ട്, മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ചെറിയ കാടാണ്. അതായത് ഈ മൈതാനവും റോഡും തമ്മിൽ അധിക ദൂരമൊന്നുമില്ല. പക്ഷേ അതിനിടയിൽ ഇങ്ങനെ മരങ്ങൾ വളർന്ന് നിൽക്കുന്ന ഒരു ചെറിയ കാടുണ്ട്. ആ കാട്ടിനുള്ളിലാണ് ഈ മൃതദേഹം കിടക്കുന്നത്. അത് ആരുടേതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഒരു സൂചനയും ഇപ്പോഴില്ല. എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൈതാനത്തിന് സമീപമാണ് ഈ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ കളിക്കാനെത്തിയ കുട്ടികളാണ് ഇത് കണ്ടത്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.